പാർത്ഥൻ, ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ, ഭാവി മുഖ്യമന്ത്രി, സൈബർ ഇടത്തിലെ ഹീറോ, രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ നേതാവ്, ഒരാളെ നിർത്തിയാൽ ജയിപ്പിച്ചേ അടങ്ങുമെന്ന ദൃഢനിശ്ചയം, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അണികളെ ഒപ്പം കൂട്ടി ഒന്നായി നിന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു നേതാവ്, സൗമ്യതയുടെ മുഖം, ഷാഫി പറമ്പിൽ. ഷാഫി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തിയപ്പോൾ പലരും, പാർട്ടിക്കകത്തു നിന്ന് തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച പലരും ഇന്നലെ അമ്പരന്നു പോയി എന്നുള്ളതാണ്. ചരിത്രപരമായ നേട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നേടിയത്. 18,840 വോട്ടോടുകൂടി വലിയൊരു വിജയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരിക്കുന്നു എന്നുള്ളത്. അതിന് പിന്നിലെ മുഖ്യ ആസൂത്രകൻ ഷാഫി പറമ്പിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് വടകരയിൽ പോയി വടകരയുടെ മനസ്സിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി അവിടെയും വലിയ വിജയം നേടിയ ഷാഫി, ശൈലജ ടീച്ചറെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഷാഫി പാർലമെന്റ് മന്ദിരത്തിലേക്ക് നടന്നു കയറിയത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ വിജയത്തിന് പിന്നിലും ഷാഫിയുടെ കരങ്ങളുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്താണ് ഷാഫിയുടെ ഒരു നേതൃപാഠവം? അത് കോൺഗ്രസിലെ പലരും കണ്ടുപഠിക്കേണ്ടതല്ലേ? തീർച്ചയായും. എനിക്ക് ഏറെ ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളൊരു ആവശ്യവുമായി ചെന്ന് കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ളൊരു മനസ്സ് എത്ര തിരക്കിനിടയിലാണെങ്കിലും അദ്ദേഹം അത് നിന്ന് കേൾക്കുമെന്നുള്ളതാണ്. നമ്മളൊരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഷാഫിയുടെ അടുത്ത് പോയി ഒരു ബൈറ്റ് ചോദിച്ചാൽ അദ്ദേഹം വളരെയധികം, ഇപ്പം വടകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറകെ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടി സമയത്തിനോടടുത്ത് അദ്ദേഹം പോകുന്ന ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും അതുപോലെ തന്നെ ന്യൂസ് 18-ലെ നമ്മുടെ രേണുകയും ഉൾപ്പെടെ ഉള്ള ആളുകളൊക്കെ ഒരുമിച്ചായിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ. ഇപ്പം അതുപോലെ തന്നെ ഷിതാ ജഗത്ത്, മീഡിയ വണ്ണിലെ ഷിതേച്ചി, ഇവരെല്ലാം രേണുകേച്ചിയും ഷിതേച്ചിയും ഒക്കെ ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ ബൈറ്റ് എടുക്കാൻ വേണ്ടി ഓരോ സമയം ഓരോ സ്ഥലത്തും പോയി നിന്ന് ഇങ്ങനെ ഷാഫിയോടൊപ്പം സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിനിടയിൽ ഷാഫിയെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഷാഫിയോട് പറയുന്നുണ്ട് എന്ത് നമുക്കൊരു ബൈറ്റ് വേണം. അപ്പോൾ ഷാഫി പറയും, ഇതാ അടുത്തത് ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി കാത്തു നിൽക്കണമെന്ന് ഷാഫിയുടെ അടുത്ത ആളുകൾ പറയും. എന്നിട്ട് അവസാനം ഇപ്പം ന്യൂസ് 18-ഒക്കെ ബൈറ്റ് എടുത്ത് പോയതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഷാഫി ഒരു വീട്ടിലേക്കായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഷാഫി ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ ഞാൻ അവിടെ ആ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ഷാഫി ഒന്ന് പെട്ടെന്ന് വിയർത്ത് കുളിച്ചിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹം കുളിക്കാൻ വേണ്ടി ഒരു റൂമിലേക്ക് കയറിയപ്പോൾ ഞാൻ ആ റൂമിലേക്ക് കയറി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ മാധ്യമപ്രവർത്തകനാണ്, ഇപ്പോൾ എനിക്കൊരു ബൈറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒന്ന് കുളിച്ച് ഒന്ന് ഇറങ്ങട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബൈറ്റ് തരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ താഴെ ഇറങ്ങിയപ്പോൾ എനിക്കറിയാവുന്ന കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ഞാൻ പക്ഷേ ഭക്ഷണം കഴിച്ചിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പുറത്ത് കാത്തിരുന്നു. ഈ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിനോടൊപ്പം സെൽഫി എടുക്കാനും നൂറുകണക്കിന് ആളുകളാണ് ആ മുറ്റം വരെ വന്നിരുന്നത്. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രയും ആളുകൾ സെൽഫി എടുക്കാൻ നിൽക്കുകയാണ്. അടുത്ത സ്ഥലത്തെത്താൻ വേണ്ടി അവിടെ ആളുകൾ കാത്തു നിന്ന്, വെയിലത്ത് ആളുകൾ കാത്തു നിൽക്കുകയാണ്. അതായിരുന്നു ഷാഫി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബൈറ്റ് കിട്ടുന്ന സാധ്യതയില്ല, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലയിൽ ഞാനിങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹം ആ തിരക്ക് കഴിഞ്ഞിട്ട് ആ തിരക്കിനിടയിലൂടെ എല്ലാവരെയും മാറ്റി, ഇനി നമുക്ക് അടുത്ത സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ ഷാഫിയുടെ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഷാഫി പറഞ്ഞു, എന്താണ് ബൈറ്റ് എടുക്കാൻ പറഞ്ഞില്ലായിരുന്നോ? എന്താ നോക്കി നിൽക്കുന്നു, വരൂ ബൈറ്റ് എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്ത് ബൈറ്റിലെടുത്ത് വളരെ തോളിൽ കൈയിട്ടുകൊണ്ട് സ്നേഹത്തോടെ സംസാരിച്ച് നമ്മൾ പറയുന്ന ചോദ്യത്തിന് അത്രയും മറുപടി തന്നതിന് ശേഷമാണ് ഷാഫി എവിടെ കയറിപ്പോയത്, വണ്ടിയിൽ കയറിപ്പോയത്. അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഷാഫിയായിട്ട് നേരിട്ട് ഇതുവരെ ഒരു ബൈറ്റ് എടുക്കാനോ ഒരു ഇൻ്റർവ്യൂ എടുക്കാനോ സാധിച്ചിട്ടില്ല. ഈ പാർത്ഥൻ പറയുന്നത് പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ചില രാഷ്ട്രീയ പാർട്ടിയിലെ 1-2 നേതാക്കളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. PS അച്യുതാനന്ദനെ ഭയങ്കര ഇഷ്ടമാണ്. കൊടിയേരി ബാലകൃഷ്ണനെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം, വല്ലാത്തൊരു ഒരു നായകൻ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് കൊടിയേരിയോട് വല്ലാത്തൊരു ബഹുമാനവും, ഒരു ചിരിക്കുന്ന മുഖം. എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടപ്പോൾ വ്യക്തിപരമായി എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ വന്നത്. കൊടിയേരി എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും ബൈറ്റോ അത്തരം കാര്യങ്ങളോ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ സാധിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് കാണണമെന്ന് ആഗ്രഹിച്ച ലോകത്ത് തന്നെ 3 പേരിൽ ഒരാളാണ്
കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് എൻ്റെ നിർഭാഗ്യമായിരിക്കാം. അദ്ദേഹവുമായി എനിക്ക് ബൈറ്റ് എടുക്കാനോ ഇതിനോ പറ്റിയിട്ടില്ല എന്നുള്ളത്. മറ്റൊരാൾ വാജ്പേയി ആയിരുന്നു. നേരിട്ട് കാണാൻ കൂടിയുള്ള ഒരു അവസരം എനിക്കുണ്ടായിട്ടില്ല. ഇനി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അഭിനന്ദ് വർത്തമാനാണ്. അദ്ദേഹത്തെ എപ്പോഴെങ്കിലും പോയി കാണണം എന്നെനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ BSനെ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് BSന്റെ സംസാരങ്ങളൊക്കെ കേൾക്കാൻ പലതവണ സാധിച്ചിട്ടുണ്ട്. ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഒരു സമയം മുതൽ നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ പ്രസംഗങ്ങൾ, ഷാഫിയുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് എന്താ കോരിത്തരിക്കുന്ന ഒരു രീതിയല്ല ഞാൻ പറയുന്നത്, വല്ലാതെ നമ്മളങ്ങ് അഡിക്റ്റായി പോകുന്ന ഒരു രീതിയാണ്. കാരണം ഷാഫി പറയുന്ന ഓരോ വാക്കുകളും പെറുക്കി വെച്ച വാക്കുകളിലൂടെയാണ് ഷാഫി പലപ്പോഴും കടന്നു പോകുന്നത്. അതെ, AK ബാലൻ പറഞ്ഞ ക്രിസ്റ്റൽ ക്ലിയർ ഒരുപക്ഷെ ഷാഫിക്ക് ചേരും എന്നുള്ളതാണ്. ഒരു ജനകീയനായ മുഖ്യമന്ത്രിയാകാൻ ഷാഫിക്ക് കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഷാഫിയുടെ സംസാരം, ആളുകളോടുള്ള ഇടപഴകുന്ന രീതി, അതൊക്കെ എനിക്ക് തോന്നുന്നു ഷാഫി ഉമ്മൻചാണ്ടിയുടെ ശിഷ്യനാണ്. ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഷാഫിക്ക് കിട്ടിയ ഗുണങ്ങളാണ് അതെന്നുള്ളതാണ്. അതെ, കൃത്യമായി കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി ജനങ്ങളുടെ പൾസ് അറിയാൻ, അവരുടെ വികാരം അറിയാൻ, അവരുടെ വേദനകൾ, അവരുടെ നോവുകൾ, ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ ഇനി പറഞ്ഞു വയ്ക്കാൻ അടുത്തതാരെ എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള ഒരു യുവ നേതാവ്, യുവത്വത്തിൻ്റെ ഒരു പ്രതീകം ഷാഫി പറമ്പിൽ. ഇങ്ങോട്ട് വരുമ്പോൾ VT ബൽറാം, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, നമുക്ക് ഒരുപാട് പേര്. പക്ഷേ ഇവർക്കൊക്കെ മുന്നിൽ ഒരു സ്ഥാനം ഷാഫിക്കുണ്ട് എന്നുള്ളതാണ്. ഷാഫിയുടെ ഒരു രീതി, സംസാരം, പ്രസംഗം ഒക്കെ നമുക്ക് ഷാഫി പാലക്കാട് MLA ആയിരുന്നപ്പോൾ ഷാഫിക്ക് പാലക്കാട് ജനങ്ങളുടെ മനസ്സറിയാം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ എങ്ങനെ ജയിപ്പിക്കണമെന്നും ഏത് തരത്തിൽ അതിന് പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അതൃപ്തി പ്രകടിപ്പിച്ചവരെ പോലും പാലക്കാട് കൊണ്ടുവന്ന് രാഹുലിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതെ, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. ഹീറോ ആണ് ഷാഫി. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം റീല്, ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ എത്രമാത്രമാണ് പിന്നെ ആളുകൾ ലൈക്ക് ചെയ്യുന്നതും കാണുന്നതും, ഒരു വലിയ സംഖ്യ തന്നെയുണ്ട് അത്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഈ യൂത്തിൻ്റെ മനസ്സിലേക്ക് ഇടം നേടാൻ അദ്ദേഹം ചെയ്യുന്ന ചില പ്ലാനുകളുണ്ട്, ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. അത് ഞാൻ അങ്ങനെ വളരെ നോക്കി നിൽക്കുന്ന കാര്യം. അത് വളരെ സുന്ദരവുമാണ്, വളരെ മനോഹരവുമാണ്. അപ്പം അതുപോലെ ഏറ്റവും അവസാനം ഈ കാര്യങ്ങളെല്ലാം വന്ന് അദ്ദേഹം പല ആളുകളെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ട്, മത നേതാക്കളെ കണ്ട്, പല ആളുകളെയും കണ്ട്, ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി, ഒരുപാട് ആളുകളുടെ വ്യക്തിപരമായ വീടുകളിൽ പോയി, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി, അങ്ങനെ കോൺഗ്രസിൽ ചെയ്യാൻ കഴിയാവുന്ന എല്ലാം ചെയ്ത് കോൺഗ്രസിലെ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ച്, പിന്നെ എന്താണ് ഈ കോൺഗ്രസിൽ തന്നെയുള്ള ആളുകളുടെ അഭിപ്രായ ഭിന്നതകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള മറുതന്ത്രങ്ങളെല്ലാം ഷാഫി ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലെങ്ങാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ പഴി കേൾക്കേണ്ടി വരിക ആരായിരുന്നു? ഷാഫി പറമ്പിലായിരുന്നു. ഷാഫിക്കെതിരെയായിരുന്നു അവിടെ യുദ്ധം വന്നത്. പക്ഷേ അതിനെല്ലാം മറികടക്കാൻ ഷാഫിക്ക് കഴിഞ്ഞു. ഏറ്റവും അവസാനം ഈ ഇലക്ഷൻ്റെ, അതായത് നമ്മുടെ കൊട്ടിക്കലാശം എന്ന് പറയുന്ന പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് അവിടെ അവർ നടത്തിയ ഒരു നൈറ്റ് ഉണ്ട്, മ്യൂസിക് നൈറ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, മ്യൂസിക് നൈറ്റ് ആണെന്ന് തോന്നുന്നു. ആ നൈറ്റിൽ ഈ മൊബൈൽ ഫോണുകളെല്ലാം ഇങ്ങനെ ലൈറ്റ് അടിച്ച് വെച്ചിട്ട് ഒരു UDYFിൻ്റെ യുവാക്കളെല്ലാം കൂടി ചേർന്നുകൊണ്ടൊരു യുവതയുടെ ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ലൈറ്റൊക്കെ അടിച്ച് ഇരുട്ടിൽ പിന്നെ എന്താണ് ഒരു മനോഹരമായ ഒരു രാത്രിയാക്കി കോട്ടമൈതാനത്തെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക്, യുവാക്കളുടെ മനസ്സിലേക്ക് ഷാഫി രാഹുലിനെ പ്രതിഷ്ഠിച്ചു. പിന്നെ രാഹുലിൻ്റെ പ്രത്യേകതയും രാഹുലിൻ്റെ സ്വന്തമായിട്ടുള്ള കാലിബറും ഒക്കെ വേറെയുണ്ട്. എങ്കിലും അവിടെ ഷാഫിക്ക് അതിന് കഴിഞ്ഞു. രണ്ടാമത്തത് ഷാഫിയുടെ വ്യക്തമായ സംസാരങ്ങളാണ്. വ്യക്തമായി ഒരു പ്രശ്നവുമില്ലാതെ ഏത് വിഷയത്തെയും നിന്ന് സംസാരിക്കാൻ ഷാഫിക്ക് കഴിയും. അതുപോലെ ഒരാളെ കൈകാര്യം ചെയ്യാനുള്ള കാര്യം, ഇപ്പോൾ ഷാഫി ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരാൾ വന്ന് ഒരു എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ആ രണ്ടിലും കൂടി സംസാരിക്കാൻ ഷാഫിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഷാഫി എന്ത് ചെയ്യും? ഷാഫി ആ വന്ന ആളുടെ തോളിൽ അങ്ങ് കൈവെക്കും, എന്നിട്ട് ഇവരോട് സംസാരിക്കും. വന്നയാൾക്കും പ്രശ്നമില്ല, ഇവിടെ നിൽക്കുന്ന ആൾക്കും പ്രശ്നമില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഷാഫി ഇവരോട് സംസാരിക്കും. ഈ നിൽക്കുന്ന ആളുകൾക്ക് ഷാഫി തോളിൽ കൈവച്ചുകൊണ്ട് ഇവനെന്താ ഇവിടെ വന്ന് ചോദിക്കാനും പറ്റില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഷാഫിയുടെ കൈകാര്യം ചെയ്യലെന്ന് പറയുന്നത്. അപ്പം മാത്രമല്ല ഷാഫിക്ക്
ഷാഫിക്ക് മുൻഗാമി എന്നത് കെ ദിവാകരന് ശേഷമാണ് ഷാഫി പാലക്കാട് MLA ആവുന്നത്. 2011 മുതൽ 2024 വരെ ഷാഫി MLA ആയിരുന്നു. പിന്നീട് വടകരയിൽ കെ മുരളീധരന് ശേഷം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. അവിടെ വലിയ വിജയം നേടി. ശൈലജ ടീച്ചറെ മലർത്തിയടിച്ചുകൊണ്ട് അവിടെ അത്രയും വോട്ടുകൾ നേടി. യുവാക്കളുടെ അത്രയും 1 ലക്ഷത്തിൽ പരം 1:30 ഭൂരിപക്ഷം നേടി ഷാഫി അവിടെ വിജയിച്ചു. ഇതെല്ലാം ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രം. ഷാഫിയുടെ വ്യക്തിപരമായ പ്രാധാന്യം നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ ശിഷ്യൻ എന്ന് പറയുന്ന രീതിയിലേക്ക് ഷാഫി പ്രവർത്തിച്ചു. കൽപ്പാത്തിയിലെ ആളുകളെ കയ്യിലെടുക്കാൻ എല്ലാത്തിനും ഷാഫിക്ക് ആ ഒരു ഗുണം ഷാഫിക്കുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സുധാകരനും VD സതീശനും KC വേണുഗോപാലും ഒക്കെ അങ്ങോട്ട് മാറി നിൽക്ക്. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പദം ഷാഫിക്ക് കൊടുക്ക്. ഷാഫി പറമ്പിൽ കാണിച്ചു തരും എങ്ങനെയാണ് കേരളം ഭരിക്കേണ്ടത്. തീർച്ചയായും.